ഏവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ്. കാരണം മറക്കാതെ ശ്രദ്ധയോടുകൂടി നമ്മുടെ വീഡിയോ ഏവരും ധന്യമാക്കുക. ലൈക്കുകൾ ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുമ്പോൾ, കാരണം ഇന്ന് നമ്മുടെ യൂട്യൂബ് എടുത്താലും സമൂഹ മാധ്യമങ്ങളെടുത്താലും അല്ലെങ്കിൽ ഏത് മാധ്യമങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം ഇടതുപക്ഷം, വലതുപക്ഷം, പിന്നെ BJP ഇങ്ങനെയുള്ളൊരു രാഷ്ട്രീയപരമായിട്ടുള്ള സംവാദങ്ങൾക്കിടയിൽ ജാതി ചിന്തകളെ വെറുപിടിപ്പിക്കുന്ന കർമ്മതലങ്ങളിലേക്ക് ഒട്ടേറെ നീചമായിട്ടുള്ള ജനതയെ സൃഷ്ടി ചെയ്യുവാനായിട്ട് പ്രയോഗിക്കുന്നുണ്ട്. അതിന് ഏറ്റവും ഉദാത്തമായിട്ട് എടുത്തിരിക്കുന്നത് ബ്രാഹ്മണ്യത്തെയാണ്. കാരണം ബ്രാഹ്മണൻ എന്നുള്ള വ്യക്തിബന്ധങ്ങളെ, ഇനി ബ്രാഹ്മണൻ പണ്ട് കാലത്ത് എങ്ങനെയോ ആയിക്കോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് പ്രതിപാദിക്കണില്ല. ഇപ്പം എൻ്റെ കയ്യിൽ യഥേഷ്ടം ധനമുണ്ടെങ്കിൽ ഞാൻ ആരെയും ആശ്രയിക്കാതെ നിൽക്കും എന്നുള്ളത് ധർമ്മം. അത് എനിക്ക് മറ്റൊരാളിൻ്റെ മുന്നിൽ തല കുനിക്കേണ്ട എന്നുള്ളതാണ്. അതിപ്പം ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായിരുന്നാലും ശൂദ്രനായിരുന്നാലും ഇങ്ങനെ തന്നെ നടക്കുകയുള്ളൂ. കാരണം ഈ പറഞ്ഞു വന്നിരിക്കുന്നത് എന്തിനാണ് ശ്രീരാമചന്ദ്രനെയും അതേപോലെ തന്നെ ആ രഘുവംശത്തിനെയും മുഴുവൻ വളരെ നെഗറ്റീവായിട്ട് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന രീതിയിലുള്ള നികൃഷ്ടമായിട്ടുള്ള വാക്യങ്ങളാൽ ഇപ്പം രാവണൻ എന്ന് പറയണു, രാമൻ എന്ന് പറയണു, എല്ലാത്തിനും ഒരു ഉത്തമമായിട്ടുള്ള മാതൃകയാണ് വാൽമീകി രാമായണമായാലും ഉത്തരരാമായണമായിരുന്നാലും അല്ലെങ്കിൽ കമ്പരാമായണമായിരുന്നാലും എല്ലാം കൊടുത്തിരിക്കുന്നത്. കാര്യം അവരവർക്ക് ഇഷ്ടപ്പെടുന്നതിനെ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് പല ഗുരുക്കന്മാരിൽ നിന്ന് വന്നിരിക്കുന്ന ശിഷ്യന്മാരാണ്. കാരണം അവരവർക്കിഷ്ടമായിരിക്കുന്ന വ്യക്തിഭാവങ്ങളെ, വ്യക്തിബന്ധങ്ങളെ അവിടെ നായകനായിട്ട് വെച്ചിരിക്കണം. കാരണം രാവണനെ ഇഷ്ടമായിരിക്കുന്നവർ രാവണനെ നേതൃത്വം കൊടുത്തിരിക്കണം, രാമനെ ഇഷ്ടമായിരിക്കുന്നവർ രാമനെ നേതൃത്വം കൊടുത്തിരിക്കണം. അന്നേരം ഇഷ്ടമുള്ളതിനെയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിന് യഥാർത്ഥ ധർമ്മം എന്ന് പറയുമ്പോൾ എവിടെ അധർമ്മം വന്നു ചേരണുണ്ടോ ആ അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തെ സ്ഥാപിക്കുവാൻ ഭഗവാൻ അല്ലെങ്കിൽ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. ജാതീയപരമായിട്ടുള്ള വെറുപിടിപ്പിക്കലല്ല വേണ്ടുന്നത്. ഇവിടെ കുറച്ച് ആൾക്കാർ പറയണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു കർമ്മം വന്നു കഴിഞ്ഞാലും ബ്രാഹ്മണന് കണക്കപ്പുറതിയില്ല. കാരണം ഇല്ല, പണ്ടുള്ളവർ പറയേ എന്താ, പൂജ നടന്നില്ലേലും ഗുരുതി നടന്നില്ലേലും നടന്നാലും കോഴിയുടെ തല പോക്ക എന്ന് പറഞ്ഞതുപോലെ ബ്രാഹ്മണൻ്റെ കാര്യം. ഇതിവിടെ അന്നേരം ഈ അതിനെക്കുറിച്ച് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞു, എനിക്ക് വളരെ അസൂയ തോന്നുന്നുണ്ട് ബ്രാഹ്മണരോട്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ആ ധർമ്മം അതിൻ്റെ അർത്ഥതലങ്ങളെ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ്. കാരണം പിറവിയിലെ ഒരുവന് ബ്രാഹ്മണ്യഭാവം ഉളവാകുകയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. നമ്മുടെ മനുഷ്യകുലം വേണ്ട, നായ്ക്കൾ പിറവിയിൽ ജനിക്കണുണ്ട്, നല്ല വിദ്യകൾ കൊടുക്കണുണ്ട്, അതേപോലെ അഭ്യാസങ്ങൾ ചെയ്യണുണ്ട്. നാളെ ചെന്നിട്ട് അവനെ മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റുമോ? പിറവി എടുത്തിരിക്കുന്ന കുലം ഏതായിരുന്നാലും ആ കുലത്തിലല്ലേ അവനെ അറിയപ്പെടുകയുള്ളൂ. ഇനി ആ നായ് വർഗങ്ങളിൽ തന്നെ എത്ര തിരിവുകളുണ്ട്. അൽസേഷ്യനുണ്ട്, കുഞ്ഞ് വേറെ നായ് വർഗങ്ങളുണ്ട്. അതിൽ തന്നെ എത്ര വിഭാഗങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത മൂഢന്മാരാണ് ഹൈന്ദവന്മാർ എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ശാസ്ത്രീയമായിട്ടുള്ളതിനെ വളച്ചൊടിച്ചുകൊണ്ട് അശാസ്ത്രീയത ജനങ്ങളിൽ പ്രകമ്പനം കൊള്ളിച്ച് അതിലൂടെ വിഷവിത്തുക്കളെ, ഈ ഭാരതം നശിപ്പിക്കുവാനായിട്ടുള്ള വിഷവിത്തുക്കളെ ഉളവാക്കുക. അത് നല്ല കുഞ്ഞുങ്ങളെ, നല്ല ജ്ഞാനമുള്ളവരെ, അവരുടെ മനസ്സിൽ അന്ധത ഉളവാക്കുകയാണ്. അത് ഇന്നുള്ളവർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലത് പറഞ്ഞു കൊടുക്കുവാനുള്ള ബോധം നമ്മളിലില്ല. തൻ്റെ ഭാഗം ശരിയാകണം. ഇവിടെ നമ്മുടെ ഭാരതം എന്ന് പറയുന്ന ഒരു ലോബിയാണ്, ഒരു വലിയ ലോബി സംഘങ്ങളാൽ പിടിമുറുക്കപ്പെട്ടിരിക്കുകയാണ്. അതിലേറ്റവും വലിയ വിഷമാണ് ജാതിപരമായിട്ട്. ആ ജാതിപരമായിട്ട് വരുമ്പോൾ മറ്റുള്ള ജാതിക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ അവനവൻ്റെ കാര്യങ്ങൾ അനുഷ്ഠിച്ച് അവനവൻ്റെ കർമ്മ തലങ്ങൾ പോലും മറ്റുള്ളവർ സ്വയമേവ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ബ്രാഹ്മണൻ അതിനെതിരെ മുദ്രാവാക്യം വിളിച്ചിറങ്ങിയിട്ടുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഒരു ബ്രാഹ്മണൻ മുന്നോട്ടിറങ്ങിയതായിട്ടുള്ള ഒരു രീതിയിലുള്ള കുതന്ത്രതന്ത്രങ്ങളും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. പിന്നെ എന്താണ് ഈ ബ്രാഹ്മണന് മാത്രം അധിക്ഷേപം? അന്നേരം അവൻ മനുഷ്യനല്ലേ? അതാണ് ഇവിടെ വ്യക്തമായി ചോദിക്കുന്നൊരു കാര്യം. ഇവിടെ മറ്റുള്ളവർക്കെല്ലാം ജീവനകാര്യത്തിനകത്ത് യാതൊരു കുഴപ്പവുമില്ല, ബ്രാഹ്മണന് മാത്രമേ ഉള്ളൂ കുഴപ്പം. അന്നേരം ആ പദത്തിൻ്റെ അർത്ഥം തന്നെയാണ് അതിൻ്റെ. അന്നേരം അത് വെച്ച് മാത്രമേ എന്തുണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ? അന്തർഛിദ്രങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതൊരു ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള ഭാരതത്തെ നശിപ്പിക്കുവാനായിട്ടുള്ള ഗൂഢശക്തികളുടെ പിൻതലമുറക്കാരാണ് ഈ വരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം നമ്മളിൽ ഉളവാകണം. അല്ലാതെ എന്തും കേട്ടുകൊണ്ട് അതിലൂടെ നമ്മൾ സഞ്ചരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കുഞ്ഞുങ്ങളും തെറ്റായ പടിയിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഗീയത വിളമ്പുക എന്ന് പറയുക, അന്നേരം വർഗീയത തന്നെയാണിത്. ഇതിനകത്ത് ഇപ്പം ബ്രാഹ്മണനെന്ന്, നായരെന്ന്, അല്ലെങ്കിൽ ഈഴവനെന്ന്, കുറവ, പുലയ എന്ന് വേണ്ട എല്ലാ ജാതി വർഗങ്ങളും ഇവിടെ എന്താണ് ഒന്നുപോലെയാണ് പോകുന്നത്. പക്ഷേ എല്ലാവരിലും അവരവരുടേതായിട്ടുള്ള ധർമ്മങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. അതൊരു ചെയിൻ ശൃംഖലയായിട്ട് കൊണ്ടുപോകുകയാണ്. അതിനെ നശിപ്പിക്കുക, അതുവഴി ഒട്ടേറെ നേതൃത്വ പദവിയിലിരിക്കുന്നവർക്ക് യഥേഷ്ടം ധനമുളവാകണം, സ്വാർത്ഥന്മാരാകുകയാണ്. ഇതുമൂലം നശിക്കുന്നതോ സ്വധർമ്മവും അതേപോലെ അവനവൻ്റെ സംസ്കാരവും.
ഒരു പൂണുനൂൽ എന്ന് പറയുമ്പോൾ എനിക്കടുത്തൊരു ജന്മം പൂണുനൂൽ ഇട്ട് ഒരുവനാകണം എന്ന് പറയുമ്പോൾ നാരദചരിതം എടുത്തു നോക്കിയാൽ മതി. ആ നാരദചരിതം എത്ര തലാതലത്തിലൂടെയാണ് നാരദർ എന്നുള്ള പദവിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ശാസ്ത്രീയമായും ഭൗതികപരമായും അതേപോലെ പുരാണപരമായിട്ടും ഇതിലൊന്നും അറിവില്ലാത്ത അല്ലെങ്കിൽ അജ്ഞതയെ നടിക്കുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് വളരെയധികം വളച്ചു കറക്കി എടുത്ത് കൊണ്ടുവന്നിരിക്കുന്നതാണിതെല്ലാം. ഇപ്പം പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട്, കയറ്റമുണ്ടെങ്കിൽ ഇറക്കവും ഉണ്ട്, പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട് എന്ന് പറയുന്നത് പോലെ ഇപ്പം മഹാഭാരതം എന്ന മഹത്തായ ഗ്രന്ഥം, അതിന് പ്രതിപരമായിട്ട് മറ്റൊരു ഗ്രന്ഥസ്ഥാനമുണ്ട് അവിടെ, സംശയമൊന്നുമില്ല. അതേപോലെ രാമായണം, അതേപോലെ 18 പുരാണങ്ങൾ, ഇതിനെല്ലാം പ്രതിയായിട്ട്, ഇതിനെല്ലാം നെഗറ്റീവായിട്ട് മറ്റ് ഗ്രന്ഥങ്ങളുണ്ട്. അതിനെ കൊണ്ടുവരിക എന്നുള്ളത് ആണ് അവരുടെ ലക്ഷ്യം. അവയിലൂടെയുള്ള നീചങ്ങളെ പുതിയ തലമുറയിലേക്ക് ഇന്നത്തെ വിദ്യാഭ്യാസം പോലെ, ഇന്ന് വിദ്യ അല്ല ആഭാസമാണ്, വിദ്യാഭ്യാസം എന്ന് പറയുവാൻ സാധിക്കില്ല, വിദ്യ ആഭാസമായി മാറിയിരിക്കുക. കാരണം ആ ഒരു തലത്തിലേക്ക് എത്തിക്കുവാനാണ് ഇന്നുള്ളവർ ശ്രദ്ധിക്കുന്നത്. കാരണം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ കൃഷ്ണൻ, രാമൻ അല്ലെങ്കിൽ മഹാദേവൻ ഇവരൊന്നും ഒരു ഭരണാധികാരി ഭാവത്തിൽ നിന്നുകൊണ്ടുള്ള വ്യക്തിത്വമല്ലായിരുന്നു. എങ്ങനെയുള്ള ഭരണാധിഭാവത്തിൽ? രാഷ്ട്രീയമായിട്ടുള്ള ഈ വർഗശക്തികളുടെ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയിട്ട് ചൂതാട്ടം നടത്തുകയാണ് ഇവിടെ. എന്നാൽ ഏതെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, അവരവരുടെ സ്വന്തം ഗ്രഹത്തിൽ അല്ലെങ്കിൽ ബന്ധുജനങ്ങളിൽ നിന്നുള്ള സന്തതികൾ, ബന്ധുജനങ്ങൾ, അവരിൽ നിന്നുള്ളവരെ കണ്ടെടുത്തുകൊണ്ട് ഈ ഒരു പ്രക്രിയയ്ക്ക് മുതിരുന്നുണ്ടോ? ഇല്ല. കരം, ദ്രാവകം, വാതകം എന്നീ രീതിയിൽ യഥേഷ്ടം മദ്യത്തിലൂടെയും അതേപോലെ കഞ്ചാവിലൂടെയും അതേപോലെ പുകയിലൂടെയും എന്ന് വേണ്ട പല വിധാനത്തിൽ ഇന്നത്തെ യൗവന തലമുറയെ നശിപ്പിച്ച് അവരുടെ ഇന്ദ്രിയങ്ങളിലേക്ക് വിഷങ്ങളെ വ്യാപിപ്പിച്ചുകൊണ്ട് ഇറക്കി വിടുകയാണ്. എങ്ങനെ ഇറക്കി വിടുക? സ്ഫോടക വസ്തുക്കളുമായിട്ട് വരുന്ന ഒരു ഭീകരനെ പോലെ. കാരണം ഈ ലോകത്തെ നശിപ്പിക്കുവാനുള്ള വീര്യം മുഴുവൻ അവൻ്റെ മനസ്സിൽ കുത്തി നിറച്ചു കൊടുക്കുക. അന്നേരം നമ്മുടെ ശാസ്ത്രഗതികളെ പൂർണ്ണമായിട്ടും ഇപ്പം രാമൻ തെറ്റുകാരനാണോ, അല്ലെങ്കിൽ രാവണൻ തെറ്റുകാരനാണോ, അല്ലെങ്കിൽ ഇപ്പം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ദുര്യോധനൻ തെറ്റുകാരനാണോ? ഇവരെല്ലാം ഭക്തരാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇവരെല്ലാം ഭക്തരാണ്. മഹാദേവൻ്റെ ഭക്തരാണ്, അതേപോലെ വിഷ്ണുവിൻ്റെ ഭക്തരാണ്. അങ്ങനെ ഓരോരോ ദേവതകളുടെ ഭക്തരാണ്. അവർക്കെല്ലാം വിദ്യാഭ്യാസമുണ്ട്. രാവണന് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം കുറവുള്ളവനാണ് എന്നാണോ കാണിച്ചിരിക്കുന്നത്? ഒരു ശാസ്ത്രത്തിലും അങ്ങനെ കാണിച്ചിട്ടില്ല. രാമായണത്തിൽ അങ്ങനെ ഒരു ഭാഷ്യം പറഞ്ഞിട്ടില്ല. പിന്നെയോ അവിടെ രാമൻ്റെ തേജസ്സിനെ കാണിക്കുവാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ തേജസ്സിനെ അതിനു വേണ്ടിയിട്ട് മഹത്തരമാക്കി കാണിച്ചു. ഇവിടെ ശബരിമലയിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ
അനേക വർഷങ്ങളായിട്ട് യുഗങ്ങളായിട്ട് സന്യാസി വര്യന്മാർ തപസ് ചെയ്തനുഷ്ഠിച്ച ഭൂമിഭാവമാണ്. ആ സ്ഥാനഭാവത്തിലേക്ക് എത്തുവാൻ എന്തെല്ലാം പ്രകടന പരിപാടികൾ ചെയ്തിരിക്കുന്നു. അന്നേരം അവിടേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ അത്രയും ചൈതന്യവത്തായിട്ടുള്ളവർ മാത്രമേ, അത്രയും പരമമായിട്ടുള്ള ശരീരത്തെ നിയന്ത്രിച്ച് മനസ്സിനെ ശ്രേഷ്ഠമാക്കി അതിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചേർന്ന് ഉണ്മയെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നവർക്ക് മാത്രമേ അവിടെ ആ ഒരു കർമ്മതലത്തിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായിട്ടൊരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 41 ദിവസം 41 ദിവസമൊന്നും ആർക്കും പറ്റുകയില്ല. ഈ വന്ന കാലത്ത് തീരെയും പറ്റുകയില്ല. അന്നേരം പണ്ടാണെന്നുണ്ടെങ്കിൽ പിന്നെയും അങ്ങനെ പറയാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ മാധ്യമങ്ങളിൽ കൂടി നീചമായിട്ടുള്ള രീതിയിൽ കേന്ദ്രമന്ത്രിയെയും അതേപോലെ തന്നെ വേടൻ എന്ന് പറയുന്ന, അന്നേരം അദ്ദേഹം നല്ലൊരു കലാകാരനാണ്. ആ കലാകാരനെ ഈശ്വരൻ കൊടുത്തിരിക്കുന്ന കലയാണ്. അന്നേരം ആ ഈശ്വരൻ കൊടുത്തിരിക്കുന്ന കല അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്തോട്ടെ. എന്തിന് രാഷ്ട്രീയ പാർട്ടികൾ എടുക്കണം? ഇവിടെ ഒരു രാഷ്ട്രീയവും ഇല്ല. പൊതുവേ ഉള്ള ന്യായമാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കണു എന്ന് പറയുന്നത് ബ്രാഹ്മണ്യമാണ്. അവിടെ കൊടുത്താലേ ഭിന്നിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നവർക്കറിയാം, അല്ലെ ഇതിൻ്റെ സൂത്രങ്ങളെ ചലിപ്പിക്കുന്നവർക്കറിയാം. കാരണം എന്തെങ്കിലും ഒരു സങ്കല്പമില്ലാതെ ഇറക്കി വിടുവാൻ സാധിക്കുകയില്ലല്ലോ. അതിന് കുറേ കെട്ടുകഥകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. മുന്നോട്ട് നടക്കുമ്പോൾ ഹോയ് 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 എന്ന് ബ്രാഹ്മണ്യഭാവത്തിൽ അശുദ്ധിയ, അതുകൊണ്ട് ദൂരെ 32 അടിയെങ്കിലും അകന്ന് നിൽക്കണം എന്ന് പറഞ്ഞിരുന്നു. അന്നേരം അങ്ങനെയൊക്കെയുള്ള കുറേ കെട്ടുകഥകൾ ചമച്ച് വെച്ചിട്ടുണ്ട്. അന്നേരം ഇതിൻ്റെയൊക്കെ അതിർവരമ്പുകളിലേക്ക് ഉണ്മയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ശുദ്ധ അസംബന്ധങ്ങളാണെന്നേ പറയുവാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അന്ന് നടന്നിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ധനമുള്ളപ്പോൾ ദേശത്തിൻ്റെ ഇഷ്ടം പോലെ സ്വത്തുള്ളവൻ മറ്റൊരാളിൻ്റെ മുന്നിൽ താന്ന് എന്ന് സംസാരിക്കുക ഇല്ല. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള കാര്യകർത്തവ്യങ്ങളും നടന്നിട്ടുണ്ടാകാം. പക്ഷെ അതിനെയൊക്കെ വളച്ചൊടിച്ച് ഇത്രയും നികൃഷ്ടമായിട്ടുള്ളൊരു സംസ്കാരത്തെ നീചമായിട്ടുള്ളൊരു ഭാവത്തിലേക്ക് എത്തിക്കുവാൻ കൂട്ടുനിൽക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ: അടുത്ത തലമുറയെങ്കിലും നശിപ്പിക്കാതെ നല്ല മാർഗങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള നല്ല വിദ്യാഭ്യാസ രീതികളും നല്ല രാഷ്ട്രീയമായ കർമ്മങ്ങളും ഒക്കെയല്ലേ നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്നത്. അതിനു പകരം ഇതുപോലെയുള്ള ഈ ഒരു ദുഷിച്ച നടപടികളിൽ നിന്ന് അങ്ങോട്ട് ആക്രോശിക്കുക ഇങ്ങോട്ട് ആക്രോശിക്കുക തമ്മിലെന്നും അങ്ങോട്ട് ഒരു നിമിഷാർദ്ധ നേരം ഈ പ്രാണവായു ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അതൊന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതൊന്ന് ചെറിയൊരു തോതിലെങ്കിലും ഈ എളിയവൻ്റെ ചെറിയ ചാനലിൽ കൂടി ഒന്ന് ഇത് കാണുമ്പോൾ എല്ലാത്തിനും ഇതിനൊന്നിനും പോകാത്ത ബ്രാഹ്മണ്യത്തെ പറയുമ്പോൾ ഒരു മനസ്സ് വിഷമം വന്നതുകൊണ്ടിട്ടതാ. ആർക്കെങ്കിലും അത് തെറ്റായി അല്ലെങ്കിൽ ദുഃഖമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഈ വീഡിയോ ദർശിച്ച എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യഭാവങ്ങളും ഉണ്ടാകട്ടെ. അതിന് മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് കൂടി ചെയ്തേക്കുക. മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും കൂടി ചെയ്യുക. അതിന് അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ നന്ദി, നമസ്കാരം.